ദൈവവചനം മുൻപിൽ നിൽക്കാൻ എന്നെയും ഇന്ന് ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് നമ്മൾ എടുക്കാൻ എൻ്റെ മനസ്സിലോ മുന്നോട്ട് ഓടി വന്നത്, ഞാൻ ഇന്നലെ കാലത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്തോ ഇന്ന് സംസാരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബീന സിസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ആ ഒരു ടോപ്പിക് തന്നെ എടുത്തത്. അപ്പോൾ ഇത്ര യോജിച്ചാണെന്നല്ലോ അത് വരുന്നെന്ന് ഞാൻ ആലോചിക്കാറ്. നമുക്ക് ഈ ദിവസങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ദൈവാത്മാവ് ഉണർത്തുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും ഒരു വലിയ ഘടകം നമ്മൾ വിട്ടുപോകുന്നത് നമുക്ക് എതിരാളിയെ കുറിച്ചുള്ള ഒരു മറവി. എതിരാളിയെ മറന്നാൽ പിന്നെ നമുക്ക് പോയി അല്ലേ. എതിരാളി ഒരാളിവിടെ ഉണ്ടെന്ന് നമുക്കുണ്ടായിരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ വീണു പോവും, നമ്മൾ തളർന്നു പോവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ ബലമല്ലാത്തവരായി പോയി തീരും. ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ 1 പത്രോസ് 5 ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് 1 പത്രോസ് 5 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ 8, 9, 10 വായിക്കാം, അല്ലെങ്കിൽ 8 ആദ്യം വായിക്കാം. Be of sober spirit, be on the alert. Your adversary, the devil, prowls around like a roaring lion, seeking someone to devour. നിർമ്മതരായിരിക്കുവീൻ, ഉണർന്നിരിക്കുവീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. ഈ വാക്യം എല്ലാവർക്കും അറിയാം. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ബട്ട് ഏറ്റവും മറന്നു പോകുന്നൊരു സംഭവം ഈ ഒരു സംഭവം തന്നെ. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സങ്കീർത്തനം 23. ഇന്നലെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിനോദ് സാറിനോട് ചോദിച്ചു, വിനോദ് സാറിന് ഈ സങ്കീർത്തനം അറിയാമോ? ഉടനെ അറിയാമെന്ന് പറഞ്ഞു. സങ്കീർത്തനം 23 അല്ലേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. വിനോദ് സാറും പുതിയതായിട്ട് കർത്താവിനെ എല്ലാം അറിഞ്ഞു. അത് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നില്ല, എല്ലാവരും കേൾക്കുന്നവർ സങ്കീർത്തനമാണ്. ബട്ട് മറന്നു പോകുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നല്ലേ. എനിക്കൊരു മുട്ടുണ്ടാകത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ബട്ട് എല്ലാവർക്കും എന്താ പറ്റി? എപ്പോഴും ആശങ്കയാണ്, എല്ലാവർക്കും എപ്പോഴും പ്രശ്നമാണ്. അയ്യോ എനിക്ക് എന്തോ സംഭവിക്കും, എന്താകുന്നു. അതേ സമയത്ത് അറിയാവുന്ന വാക്യമാണ്. ഈ അറിയുന്ന വാക്യങ്ങൾ തന്നെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള വാക്യങ്ങൾ തന്നെ ആര് നമ്മളെ മറച്ചു വയ്ക്കുക? നമ്മുടെ എതിരാളി. ഇതൊന്നും നിങ്ങൾക്ക് അറിയാം, ഇതൊന്നും കാര്യമല്ല. നിങ്ങൾ അറിയാത്ത വാക്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ഓർപ്പിക്കാനാ പറയാം. അറിയാവുന്ന വാക്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മളൊന്ന് മറന്നു പോകരുത്. എക്സ്റ്റൻഷൻ അതുകൊണ്ടല്ലോ ആ രീതിയിൽ അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു അറിയുന്ന ഒരു സംഭവം തന്നെ നിങ്ങളെ ഒന്ന് ഉണർത്തണമെന്ന്, ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസികളെ ഒന്ന് ഉണർത്തണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരുത്തനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് തന്നെ എന്തോ അവിടെ പറയുന്നത്, ഉണർന്നിരിക്കുവീന്നാ പറഞ്ഞത്. സോബറായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അത് അറിഞ്ഞെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തുവാ? നിങ്ങളൊരു പ്രതിയോഗി ഉണ്ടെന്ന്. അവന് എങ്ങനെ ആയിരിക്കുന്നത്? അവൻ അലരുന്ന സിംഹം പോലെ ചുറ്റി ഒരു പ്രേന ഒരു പ്രേന മലയാളത്തിൽ പറയുമ്പോൾ ഇരയെ കാണുമ്പോൾ ഒരു ശക്തനായ ഒരു ശക്തിയുള്ള ഒരു മൃഗമായിട്ടൊരു സിംഹം എന്തു ചെയ്യും? അതിനെ എങ്ങനെയെങ്കിലും അതിനെ വായിലാത്തോട്ട് പിടിച്ചടക്കി ആക്കാൻ ചിന്തിക്കും. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാ നമ്മുടെ എതിരാളി. അപ്പോൾ ഞാൻ ആലോചിച്ച ഉണർന്നിരിക്കുന്നതിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അത്ര അധികം നമ്മൾ ഉണർന്നിരിക്കണം.
അപ്പം നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒന്നറിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും കാര്യമില്ല. ഇതൊന്നും നമുക്ക് വലിയ എതിർപ്പായിട്ട് വരുമ്പോൾ മാത്രം നമ്മൾ കർത്താവിനെ അനുഗമിച്ചാൽ മതി, അല്ലെങ്കിൽ കർത്താവിനെ വിളിച്ചാൽ മതി. ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ തന്നെ, ഭാര്യ ഭർത്താവിൻ്റെ ബന്ധങ്ങളിൽ തന്നെ, ചേട്ടന് അനിയനും ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങളിൽ തന്നെ, കുടുംബ പ്രശ്നങ്ങൾക്ക് തന്നെ, ജോലിയിൽ തന്നെ, നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ തന്നെ, ഇതിനകത്ത് എല്ലാം അവൻ കയറി ഇടപെടും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നത്. വലിയ ഭീതിയായിട്ട് അവൻ വരികയല്ല ചെയ്യുന്നത്, വലിയ ശത്രുവായിട്ടല്ല അവൻ വരുന്നത്. പിന്നെ എങ്ങനെ വരും? എല്ലാ സാഹചര്യങ്ങളിലും വരും പ്രിയപ്പെട്ടവരെ. അതൊന്ന് ഓർക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തുമായിരുന്നേ. ഞങ്ങളുടെ ലില്ലി അവൾ ഉറങ്ങുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഇച്ചിരി ഉറങ്ങുന്നുള്ള പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വരും. അവൾ ഒത്തിരി ഒന്നും പ്രശ്നമില്ലാത്തൊരു കുഞ്ഞാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ യൂഷ്വലി അവളെ ഉറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാറെടുത്ത് ഇങ്ങനെ ഒരു റൗണ്ട് എടുത്ത് വരുമെന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ കാറെടുത്ത് ഞാൻ സുസാനയും റൗണ്ടിന് പോയി. സുസാനയും പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കരച്ചത്. ഞങ്ങൾ വിഷമിച്ചു. ഇതുവരെ അവൾ അങ്ങനെ കരഞ്ഞിട്ടില്ല. അവൾ കരഞ്ഞ് ഛർദ്ദിച്ച് എൻ്റെ മേത്തെല്ലാം, കാർ ഓടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ മേത്ത് ഛർദ്ദിക്കുകയും നിർത്തുന്നില്ല. എനിക്കത് മനസ്സിലായില്ല ഇതെന്തുവാ സംഭവം. പിന്നെ ഞാൻ ഓർത്തു പോയി. അപ്പം ഞാൻ ബീനടുത്ത് പറഞ്ഞു. ബീന പറഞ്ഞു ഇതൊന്നും സ്പിരിച്വലൈസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സബ്ജക്റ്റാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബീനടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഇതെന്ത് ഇങ്ങനെ, ഇതുവരെ ഞാൻ കാണാത്ത രീതിയിലാണെന്നല്ലോ ഈ കുഞ്ഞ് ഇങ്ങനെ എല്ലാം ഛർദ്ദിച്ച്, കാറിലും ഛർദ്ദിച്ച്, ഇതുവരെ അത്രമാത്രം പ്രയാസമായിരുന്നു അവർക്ക്. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ബീന പറഞ്ഞു ഇതൊന്നും വിചാഞ്ഞ കൊണ്ട് കുറ്റം പറയരുത്, എല്ലാത്തിനും ഉണ്ട്. ഇത് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും പിശാചിനെ പറഞ്ഞ് നമ്മളെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ഉടനെ എല്ലാ കാര്യത്തിനും ജനറലായിട്ട് നമ്മളെല്ലാവരും പറയും നമ്മൾ ആത്മീയരാകും, ഒത്തിരി ആത്മീയരാ. ഇതൊന്നും പിശാചിനെ കുറ്റം പറയരുത്. പിശാചുണ്ട് പ്രിയപ്പെട്ടവർ, അവനുണ്ട്. ഇത് പറയാതിരിക്കാനായി പറയിപ്പിക്കുന്നവൻ. ഇത് ഇങ്ങനെ പറയാൻ വേണ്ടിയ നമ്മളിത് അവനെ പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? 2 കൊരിന്ത്യർ 2 തെസ്സലോനിക്കർ 2:18 ആരെങ്കിലും അത് വായിക്കാമോ? 2 തെസ്സലോനിക്കർ 2:18. സോറി 1 തെസ്സലോനിക്കർ 2:18. രണ്ട് മൂന്ന് പ്രാവശ്യം പൗലോസ് അപ്പോസ്തലന് തെസ്സലോനിക്കരെ സന്ദർശിക്കാൻ നോക്കിയപ്പോൾ തടഞ്ഞെന്ന് പറയുന്നത്. ആരാ തടഞ്ഞ്? അപ്പോൾ സാത്താൻ തടയാൻ പറ്റുമോ? സാത്താൻ ഉണ്ട്. തടയാൻ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെയും തടയാൻ അവൻ വരും. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 2:11 വായിക്കാമോ? 2 കൊരിന്ത്യർ 2:11. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പൗലോസ് അപ്പോസ്തലന്റെ സ്വന്തം ജീവിതത്തിൽ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അവനുണ്ട്. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അറിയാത്തൊരു ജീവിതം നമ്മൾ നയിക്കാൻ സാധിക്കത്തില്ല. അവൻ ഏത് ആദാമിന്റെ തോട്ടത്തിൽ തന്നെ വന്ന ആളല്ലേ. നമ്മൾ ആദ്യത്തെ ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ച് ആ ആദി പിതാവിനെ മാതാവിനെ തന്നെ അവൻ കബളിപ്പിച്ചല്ലോ. പിന്നെ അവനെ മറക്കണം. ഏത് രൂപത്തിലും സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് അവരെ കബളിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം നമ്മളെ യേശു കർത്താവ് ഭൂമി വന്നപ്പോൾ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് അവൻ വന്ന് ശ്രമിച്ചല്ലോ. ആരെ ശ്രമിച്ചത്? സർവശക്തനായ ദൈവത്തിന്റെ പുത്രനെ ആശ്രമിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യങ്ങൾക്കെല്ലാം അവനെ മറവായിട്ട് വരികയും ചെയ്യും. ഒരു വലിയ കള്ളനെ പോലെ ഒന്നും വരത്തില്ല. ഒരു വലിയ ഭീകരമായിട്ടൊന്നും വരത്തില്ല. അവൻ സൂത്രമായിട്ട് വരും. നമ്മുടെ സാഹചര്യത്തിലേക്ക്, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾക്ക്,
കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വേറൊരു ചിന്ത കൊണ്ടുവരും, എടാ ഇങ്ങനെയല്ല അങ്ങനെയല്ല. അല്ലോ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ആകുമ്പോൾ ഉടനെ ഭാര്യയും ഭർത്താവും പിരിയുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ദൈവം മക്കളും സഭകളില് സഹോദരന്മാർ തമ്മിലുള്ള കർത്താവിനെ ആരാധിക്കാൻ പോകുന്ന സഭകളിൽ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ള തർക്കം. ആലോചിച്ച് നോക്കണേ, എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ള തർക്കം. ഒരാൾ അപ്പുറത്തിരുന്ന് ആരാധിക്കുന്നത്, ഇപ്പുറത്ത് ഒരാൾ ആരെ ആരാധിക്കുന്ന. സാത്താൻ നമ്മുടെ കണ്ണുകളെ, 2 കൊരിന്ത്യർ 4:4 പറയുന്നതല്ലേ, സാത്താൻ നിങ്ങളുടെ കണ്ണുകളെ, ലോകത്തിന്റെ കണ്ണുകളെ അടച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളെ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ഉണർന്നിരുന്ന് ജീവിക്കേണ്ട ആവശ്യം. ഞാൻ ഓർക്കുമ്പോൾ തന്നെ ഒന്ന് യോഹന്നാന്റെ 4:4 വാക്യം എടുക്കുമ്പോൾ ഈ നമ്മൾ സാത്താൻ ഉണ്ടോന്ന് ഒന്ന് നോക്കാം. 1 യോഹന്നാൻ 4:4, 4:3 ആദ്യം വായിക്കാമോ? ഇപ്പോൾ തന്നെ അത് വരും എന്നുള്ള കേട്ടിട്ടേ ഉള്ളൂ നിങ്ങൾ. ഇപ്പോൾ തന്നെ അവനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് സ്പിരിച്വലൈസ് ആണ് ഞാൻ ചെയ്യുന്നത്? ഇല്ല, യാഥാർത്ഥ്യം ഉണ്ട്. അവനുണ്ട്, പ്രവർത്തിക്കുന്നു. നമ്മൾ ചുറ്റിലും അണുക്കള്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കൊറോണയുടെ കാര്യങ്ങൾ, അണുക്കൾ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടാണോ അതിനെ മാസ്ക് ഇട്ട് നമ്മൾ നടന്നത്? നമ്മൾ കാണാതിരിക്കുമ്പോൾ മാസ്ക് ഇട്ട് നടന്നാൽ അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, നിങ്ങൾ നിർമ്മതരായിരിക്കും, ഉണർന്നിരിക്കും, നിങ്ങളെ ചുറ്റി വിഴുങ്ങുന്നവർ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സാഹചര്യം, നമ്മളെ ഭരിക്കുന്ന എല്ലാ ചിന്തകളും ദൈവികമല്ല. എല്ലാ ചിന്തകളും അവനും കൊണ്ട് ഇട്ടുകൊടുക്കുന്നത്. അവൻ നമ്മുടെ ചിന്തകളൊന്നും അറിയത്തില്ല. അവൻ മുൻകുറിച്ച് ചിലപ്പോൾ ഒരാളുടെ മുഖം കാണുമ്പോൾ, ഇപ്പൊ രാഹുലിനെ കാണുമ്പോൾ രാഹുൽ എന്തോ ചിന്തിക്കുന്നത് എനിക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല, ഞാൻ ചിന്തിക്കും, നമ്മുടെ മുഖം ആകെ നമുക്ക് ഇച്ചിരി എല്ലാം പ്രയാസം കാണാതിരിക്കും. ബട്ട് എല്ലാം ഒന്നും അവന് മനസ്സിലാകത്തില്ല. ബട്ട് അവന്റെ ചിന്തകളെ നമുക്ക് ഉള്ളിലിടാൻ സാധിക്കും, കൊണ്ടുവരാൻ സാധിക്കും, സാഹചര്യങ്ങൾ മാറ്റാൻ സാധിക്കും. അപ്പൊ അവൻ എങ്ങനത്തുള്ള പ്രതിരോധിയ? ഒന്ന് എഫേസ്യരിൽ നോക്കുമ്പോൾ നമ്മൾ പല സമയത്തും മനുഷ്യരോട് പല നമ്മുടെ ജോലി സ്ഥലത്തിൽ നമ്മൾ പോകുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങൾ നമ്മളോട് ഇടപെടുമ്പോൾ, നമ്മളെ എതിർക്കുമ്പോൾ, സാഹചര്യങ്ങൾ നമുക്ക് വിരോധമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് വരിക്കും? അത് അങ്ങനെ ആയിപ്പോയതാ, എൻ്റെ കുറ്റം അല്ലെങ്കിൽ അയാളുടെ കുറ്റം എന്നാ പറയുന്നത്. ബട്ട് ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എഫേസ്യർ 6 വാക്യം, അവിടെ എന്തോ പറയുന്നത്? 6:12 ആരോടാ? മനുഷ്യ ജഡരക്തങ്ങളോട് അല്ല, നമ്മുടെ സാഹചര്യങ്ങളോടല്ല, നമുക്ക് പ്രയാസം വരുന്ന നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളോടുമല്ല. ഇവിടെ ആരോടാ നമ്മുടെ പോരാട്ടം? വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി. അപ്പൊ സാധാരണ വ്യക്തികളാണോ? അപ്പൊ ഈ വ്യക്തികളോട് നമ്മൾ എങ്ങനെ നേരിടണം? പേടിച്ച് ഓടിപ്പോകുകയല്ല വേണ്ടിയത്. അവിടെ എന്തോ പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പത്രോസ് അവിടെ എന്തോ പറയുന്ന ആ വാക്യത്തിലേക്ക് നമ്മൾ മറന്നു. അവിടെ എന്തോ പറയുന്നു? റെസിസ്റ്റ്. 9 വാക്യം, 5:9. ഫേം ഇൻ യുവർ ഫെയ്ത്ത്. അവൻ എങ്ങനെ നേരിടേണ്ടത്? അവനെ മലയാളത്തിൽ എന്നെ ഞാൻ പറയുന്ന, എനിക്ക് വാക്യം ഇത് ഇവിടെ കറക്റ്റായിട്ട്, നിങ്ങൾ അവനെ എതിർക്കണം. ലോകത്തിൽ നിങ്ങൾക്കുള്ള അത് കഴിഞ്ഞിട്ട് താഴോട്ട് അവനോട് എതിർത്ത് നിൽക്കുകയാണ് 9 അവസാനം മലയാളത്തിൽ. ഇംഗ്ലീഷിൽ അത് ഫസ്റ്റ് ഹാഫ്. റെസിസ്റ്റ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൽ അവനെ എതിർക്കണം. ആരുടെ വിശ്വാസത്തില്ല? ഞാൻ ദൈവത്തിന്റെ പൈതലാന്നുള്ള, ഞാൻ ദൈവത്തിന്റെ മകനാന്നുള്ള രീതിയിൽ
അവൻ എന്ത് ചെയ്യണം? ഈ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? അവന് നേരെ മനുഷ്യനെ എതിർക്കാനല്ല. ഇപ്പൊ അഗസ്റ്റിൻ സഹോദരൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നേരിട്ട് എതിർക്കുകയല്ല ചെയ്യുന്നത്. അവനെ ഞാൻ ഉള്ളിലുള്ള സാത്താനെ, ഈ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സാത്താനെ ഞാൻ അപ്പാലെ പോകുമെന്ന് പറയാം. ബിക്കോസ് നമ്മൾക്ക് ചിലപ്പോൾ നല്ല നല്ല നമ്മുടെ ആ വ്യക്തി നല്ലതാണ്, ബട്ട് വ്യക്തിയിലുള്ള പ്രവർത്തിക്കാനുള്ള യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോയപ്പോൾ എന്തോ പറയും നമ്മൾ വായിച്ചത് അവസാനം, സാത്താൻ അവനിൽ കയറി എന്നാ പറഞ്ഞു അല്ലേ? കയറുമോ? വിട്ടുകൊടുത്ത അവൻ ചിലപ്പോൾ നമുക്ക് കയറും. പത്രോസിനടുത്ത് തന്നെ കർത്താവ് എന്തോ പറഞ്ഞു? അവൻ തള്ളി പറഞ്ഞു, കർത്താവെ നീ നിനക്ക് സംഭവിക്കരുത്, നീ ക്രൂശിലേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞു? അപ്പാലെ പോ. സാത്താനല്ലേ? അപ്പൊ സാത്താൻ അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ കൂടെ കയറി പ്രവർത്തിക്കാൻ നമ്മളത് ഓർക്കണം. ആരെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചാലോ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും കർത്താവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് തോന്നിയാലോ, ഏതെങ്കിലും കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു ഇടർച്ച കൊണ്ടുവരാൻ നമ്മുടെ മനസ്സിൽ തോന്നിച്ചാലോ, ദൈവത്തിന് പ്രസാദമില്ല എന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും ദൈവത്തിനല്ല. ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ പോയി ഞാൻ പോയി എനിക്ക് അത് പങ്കുകൊള്ളണമെന്ന് എന്നെ തടയുന്നതും എനിക്ക് ആഗ്രഹമില്ലായ്മ കൊണ്ടുവരുന്നതും എല്ലാം അവനാ എന്നുള്ള കാര്യം ഓർത്തോളം. ഇത് നമ്മൾ ശ്രദ്ധയോട് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ശ്രദ്ധ നമുക്കില്ലെങ്കിൽ നമുക്ക് എന്താ? ഞാൻ അടുത്ത ദിവസം അഗസ്റ്റിൻ സഹോദരനോട് വഴക്കുണ്ടാക്കും, അടുത്ത ദിവസം രാഹുലിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും, പിന്നെ പോയില്ലല്ലോ. ഞാൻ ഉദാഹരണം പറഞ്ഞു, അഗസ്റ്റിൻ്റെ നല്ല ബന്ധങ്ങളാണ്, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവർ, ഇതിനൊന്നും ഒത്തിരി സമയമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇതെല്ലാം ഇല്ലാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെയും കൃപയില്ല നമ്മളെല്ലാം ഇങ്ങനെ. അവിടെ നമ്മൾ ശ്രദ്ധയില്ലാതെ ജീവിക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അവനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉണർന്നിരിക്കണം. അപ്പോൾ അന്ധകാര സർവ്വലോകത്തിൻ്റെ അധിപതികളാണ്. അപ്പോൾ അവന് സാധാരണ ശക്തിയാണോ? അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, നമുക്ക് അറിഞ്ഞിരിക്കുന്ന നമുക്കൊരു പ്രതിയോഗിയുണ്ട്, ഒരു എനിമിയുണ്ട്, ഒരു ശക്തനായ ഒരു എനിമിയുണ്ട്. സാധാരണ വെടിയില്ല. അപ്പൊ ഈ ശക്തനായ എതിരാളി നമുക്കിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മറവിലിരിക്കുന്നവൻ, നമ്മൾ നേരിട്ട് വരുന്നവരത്തെ വേണം നമ്മൾ നേരിടാം അല്ലേ? ബട്ട് ഈ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നവൻ എത്ര അധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു അസുഖം ഇവിടെ കോളറ ഉള്ള ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കരുത് എന്ന് നമ്മൾ ഗവൺമെന്റ് അറിയിക്കുന്നത് എന്തിനാ? അവിടെ പോയി നിങ്ങൾ കോളറ വെള്ളത്തിൽ കൂടെ അല്ലേ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കും. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ ശ്രദ്ധ നമ്മൾ അറിയിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി. ദൈവവചനം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ള നമ്മൾ പറഞ്ഞ് മുന്നറിയിപ്പ് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യണം? ആദ്യം പോയിന്റ് ഞാൻ പറയുന്നത്, ദൈവമക്കളെ അറിഞ്ഞിരിക്കണം. അറിവില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കരുത്. അറിഞ്ഞിരുന്ന് ജീവിച്ചാൽ പല പ്രശ്നങ്ങൾക്കും നമ്മൾ അവിടെ തടയണ്ട. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇവന് ശക്തനായ ഒരു വ്യക്തി. അപ്പൊ നമുക്ക് എന്ത്? നമ്മുടെ ശക്തി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കർത്താവിന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അവിടെ ഈ എഫേസ്യരിൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ ചെയ്യണം? നിങ്ങൾ 10-ാം വാക്യം, എഫേസ്യർ 6:10 എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിലും അവന്റെ അമിത ബലത്തിൽ. നമ്മൾ സ്വന്തം ശക്തിയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ എന്തു ചെയ്യണം? കർത്താവിന്റെ അമിത ബലത്തിൽ നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ ബലത്തിൽ നേരിടാൻ പോകരുത്. ഒരു എതിർപ്പ് കണ്ടോടനെ സാഹചര്യം, വീട്ടിലോ ജോലിയിലോ കുടുംബത്തിലോ പ്രതിസന്ധികൾ വന്നാൽ നമ്മൾ ഉടനെ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഞാൻ കാണുന്നത്, എല്ലാ ദിവസവും കാണുന്നത്, ഉടനെ അവർ കുറ്റം പറയാം. ഇവരിങ്ങനെ അവിശ്വാസികളെല്ലാം ഇരുന്നിട്ട് ഇങ്ങനെയെല്ലാം എന്ന് നമ്മൾ സാധാരണ ചിന്തിച്ചു പോകും. ഒരിക്കലല്ല.
കർത്താവിനോട് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് ഇത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം, അവർ ചെയ്യുന്നത് എന്താന്ന് അറിയിച്ചു കൊടുക്കണം, എനിക്കത് ആ രീതിയിൽ കാണാനുള്ള കൃപ, നേരിടാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. അമിത ബലത്തിൽ, കർത്താവിൻ്റെ അമിത ബലത്തിലും കർത്താവിനോട് അടുക്കുക. യാക്കോബിന് 4 അടുത്ത വാക്യം പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് സമർപ്പിക്കുക, ദൈവത്തോട് അടുക്കുക എന്ന് പറയും. കം നിയർ ടു ഗോഡ്. യാക്കോബിൻ്റെ 4:1 അതും കൂടെ ഇത് ഈ ഭാഗങ്ങളെല്ലാം കൈ വെച്ചേക്കണേ. ഈ കൈ പിടിച്ചിട്ട് അടുത്ത ഭാഗത്തോട് തിരിക്കാം. ബിക്കോസ് നമ്മൾ അതിൽ നിന്ന് മടങ്ങി അവിടെ തന്നെ വരും. 4-ാം അധ്യായത്തിൽ അവിടെ ഒരു വാക്യം പറയുന്നില്ല, അടുത്ത വാക്യത്തിൽ യാക്കോബിൻ്റെ 4 അവിടെ പറയുന്നത് ഇല്ല, അവിടെ 8-ാം വാക്യത്തിൽ അവിടെ റെസിസ്റ്റ് ദ ഡെവിൾ. അവിടെ ഒരു കാര്യം നമ്മൾ 7-ാം വാക്യത്തിൽ തന്നെ സബ്മിറ്റ് ദെയർഫോർ ടു ഗോഡ് എന്ന് പറയുന്നത്. അവിടെ അത് മലയാളത്തിൽ അവിടെ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, ദൈവത്തിന് കീഴടങ്ങുവീൻ. നമ്മൾ എഫേസ്യരിൽ പറഞ്ഞത് ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ഇരിക്കുവീൻ. ഇവിടെ ദൈവത്തെ പിന്നെ ഇവിടെ അടുത്ത് പറയുന്നത് പിശാചിനോട് എതിർക്കാൻ അവനെന്ത് ചെയ്യും? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നല്ലേ പറഞ്ഞ്. അപ്പൊ ആ പിശാചിനെ എതിർക്കാൻ അവൻ ഓടിപ്പോകൂന്നാ പറയുന്നത്. അതിനു മുമ്പ് അടുത്ത് പറയുന്നത് ദൈവത്തോട് അടുക്കുവീൻ, ദൈവത്തോട് അടുത്ത്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യണം. നമ്മൾ ദൈവവചനം മാറ്റി വെച്ചിട്ട്, പ്രാർത്ഥന നിർത്തിയിട്ട്, കൂട്ടായ്മകൾ മുടക്കിയിട്ട് ദൈവവചനം കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ നമുക്ക് സംഭവിക്കുന്നത്? അവൻ്റെ കനി ട്രാപ്പിൽ നമ്മൾ വീഴുകയാണ് ചെയ്യും. പല ദൈവമക്കളും ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പ്രശ്നം വന്നാൽ പ്രതികളോടെ പ്രാർത്ഥിക്കത്തില്ല, വചനം വായിക്കത്തില്ല, അല്ലേ നമുക്ക് പല സമയത്ത് വരുന്നത്. ഇല്ല, നമ്മുടെ ട്രാപ്പാ. നമ്മൾ ഇത് തന്നെ ചെയ്യാൻ അവൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അതിന് തന്നെ നമ്മൾ വീണു പോകരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ എടുത്ത് ദൈവവചനത്തോടെ, ദാവീദ് നമ്മൾ കേട്ടല്ലോ, ഞാൻ ആഴത്തിലിരിക്കുമ്പോൾ ഞാൻ ആരോട് നിലവിളിച്ചു? എൻ്റെ കർത്താവിനോട്. അവസാനം ആ വാക്യങ്ങൾ പറയുന്നത് എന്തുവാ? എനിക്ക് സ്നേഹവാനായ പ്രത്യാശ തരുന്ന ഒരു കർത്താവുണ്ട്, എന്നെ ഉയർത്തുന്ന പൊക്കിയെടുക്കുന്ന ഒരു കർത്താവ് എന്നുള്ള അടിസ്ഥാനമായിട്ടുള്ളൊരു വിശ്വാസം അവിടെ ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എനിക്കത് മാറ്റിത്തരണമേ എന്തുകൊണ്ട് പറയാം. ചില സമയം നമുക്കറിയാം ഇത് എതിർപ്പ് വരുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ദീനം ബീന എന്നെല്ലാം ഷെയർ ചെയ്തപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശക്തമായിട്ട് അവനെ ശാസിച്ച് തന്നെ നമുക്ക് ദൈവമക്കളെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പിശാചി, നീ ഇവിടെ നിന്ന് മാക്ക്, നിനക്കിവിടെ ഒരു പങ്കില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ പങ്കില്ല. നമ്മൾ എടുത്ത് തന്നെ ഉറക്കെ തന്നെ വായോണ്ട് തന്നെ പറഞ്ഞ് അവൻ നന്നായിട്ട് കേൾക്കും. ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒക്കെ അവന് മനസ്സിലാവില്ല. നമ്മൾ ഓരൊക്കെ പിശാചി, നിനക്ക് ഈ കാര്യത്തിൽ പങ്കില്ല, നീ ഇവിടുന്ന് പോ, യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അകറ്റുന്നു പറയണം. പ്രിയപ്പെട്ട, അവിശ്വാസം വന്നാൽ എനിക്ക് ഇനി അവിശ്വാസമല്ല, എനിക്ക് എൻ്റെ കർത്താവിന് വിശ്വാസം ഉണ്ടെന്ന് പറയണം. എൻ്റെ കർത്താവ് വിശ്വസനാന്ന് പറയണം. ശരീരമായിട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ഈ അസുഖം എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോ എന്ന് പറയണം. പറയാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞ്, നിങ്ങൾ കൽപ്പിക്കുക, ഞാൻ നിനക്ക് അതുപോലെ ചെയ്യുന്ന. ഏഷ്യാവിലെ ഒരു വാക്യമുണ്ട്, അറിയാമോ? നിങ്ങൾ കൽപ്പിക്കുക, ഞാൻ ചെയ്യാം. അപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇതൊന്ന് മാറിപ്പോ, ഈ അസുഖം, ഈ പനിയൊന്ന് മാറിപ്പോ, എനിക്കത് തടസ്സമാണ്, എൻ്റെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അത് തടസ്സമാണ് എന്ന് പറയാൻ നമ്മൾ അവരെ ആ അസുഖത്തെയും കൂടെ ശാസിക്കാം. റെസിസ്റ്റ് ദ ഡെവിൾ. നമ്മൾ അവനെ എതിർത്ത് നിന്നാൽ മാത്രമേ ഓടിപ്പോകൂ. അയ്യോ എന്നെ സഹായിക്കണമേ, എന്നെ വിട്ടേക്കണമെന്ന് പറയാൻ അവൻ വിടത്തില്ല. നമ്മൾ എൻ്റെ കൂടെ കർത്താവുണ്ട്, ഒരു ശക്തനായൊരു ദൈവമുണ്ട്, നീ വെളിയിൽ ഇവിടുന്ന് പോ എന്ന് പറയാനുള്ള ധൈര്യം വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? കർത്താവിനോട് അടുക്കണം, കർത്താവിൽ ആശ്രയിക്കണം, നമ്മൾ ആരാന്ന് അറിയണം. അപ്പോൾ അവൻ്റെ അമിത ബലത്തിൽ നമ്മൾ അടങ്ങിയിരുന്ന് അവനെ അടുക്കുകയും ചെയ്യണം. കർത്താവ് നമ്മളെക്കുറിച്ച് ഇത് മനസ്സിലാക്കി നമ്മൾ ശാന്തമായിട്ട് അയ്യോ എനിക്ക് കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയല്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതൽ,
അവനെ സാഹചര്യങ്ങളെ ശാസിച്ച് മാറ്റാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെ എന്തിനാ ഈ പത്രോസിന് 5 ഭാഗത്തോട് നമുക്ക് തിരിയുമ്പോൾ അവിടെ ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം കാര്യം അവസാനമായിട്ട് നമ്മൾ എന്തിനാ കർത്താവ് ഇത് ചെയ്യുന്നതെന്നറിയാമോ? അതിലേക്ക് ഞാൻ കടന്നിട്ട് പിന്നെ ബാക്കി മടങ്ങി വരാം. 1 പത്രോസിന്റെ 5 അവിടെ പറയുന്നത് എത്ര നാളത്തേന്, ഇത് ആർക്കല്ല 9-ാം വാക്യത്തിൽ പറഞ്ഞത് ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും സംഭവിക്കുന്ന അനുഭവങ്ങളാണ്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പല രീതിയിലാണ് സംഭവിക്കുന്നത്. എത്ര നാളത്തേന്? 10-ാം വാക്യം. കുറച്ച് നാളേ ഉള്ളൂ. എല്ലാവർക്കും ഈ അനുഭവങ്ങൾ കൂടെ കടന്നു പോകും, പല രീതിയിലുള്ള അനുഭവങ്ങൾ കൂടെ. ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, കർത്താവിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. ആ ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി ഇതെല്ലാം അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ നേരിട്ട് അവനെ എതിർക്കണം, കർത്താവിൽ ശക്തി പ്രാപിക്കണം. 3-ാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കർത്താവ് അവൻ കൊണ്ടുവരുന്നതൊക്കെയും നന്മയ്ക്ക് വേണ്ടി മാറ്റി തീർക്കുന്നവർ കർത്താവ്. അവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നാലും നമ്മളെ കർത്താവ് തിരിച്ചു മറിച്ച് എന്തുമായിട്ട് കൊണ്ടുവരും? എന്തിനു വേണ്ടി? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. പിശാച് എന്തെല്ലാം ചെയ്താലും നമ്മൾ ഈ രീതിയിൽ പ്രതികരിച്ചാൽ, എങ്ങനെ രീതിയിൽ? വിശ്വാസത്തിൽ, അറിഞ്ഞിരുന്ന വിശ്വാസത്തിൽ അവനെ എതിർത്താൽ ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടി. ഇവിടെ എന്തെല്ലാം നന്മ ഇവിടെ കാണുന്നത്? ഇവിടെ കണ്ടത്, ഇവിടെ ഇംഗ്ലീഷിൽ ഹിംസെൽഫ് പെർഫെക്റ്റ്, confirm, strengthen and establish. മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാൻ പോകുന്നത് എന്തിനെല്ലാമ? എന്നാൽ തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ച് ഇതെല്ലാം ഈ കർത്താവ് ചുമ്മാതൊന്നുമില്ല. കർത്താവ് ഇതെല്ലാം അറിയുന്ന കർത്താവ്, ഇതെല്ലാം അനുവദിക്കുന്ന കർത്താവ് ഇതെല്ലാം എന്തിനാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാക്കി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മളെ ഉറപ്പിക്കും, നമ്മളെ ശക്തീകരിക്കും. നമ്മൾ കുലുങ്ങാത്ത ജനമായിട്ട് ഈ കർത്താവിനെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിർത്തി ജനങ്ങൾ അത്ഭുതം. ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ക്രിസ്തുയേശുവിന്റെ മഹത്വത്തിന് വിളിച്ചിരിക്കുന്നവരാ. ഒരു സാധാരണ വ്യക്തികളല്ല, നിങ്ങൾ അസാധാരണമായ വ്യക്തികളെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഈ പ്രതിസന്ധികൾ കൂടെ വിടുമ്പോഴും നിങ്ങളത് അതിജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ ദൈവമക്കൾ ഓർക്കണം, നമ്മളെ സാധാരണ ജനങ്ങളല്ല, ദൈവം നമ്മളെ ഒരു വേറെ ലെവലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ച അമൃത്സർ ഇംഗ്ലീഷ് അസംബ്ലിയിൽ നമ്മൾ വ്യാഴാഴ്ച റിവൈസ് ചെയ്യുകയും ചെയ്തു. പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാം നമ്മുടെ പാപത്തിന്റെ കാരണം നിമിത്തമല്ല നമുക്ക് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരും. പ്രതിസന്ധികൾ വരുമ്പോൾ എനിക്കൊരു രക്ഷകനുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവ്, എന്നെ എല്ലാം അറിയുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഒരു സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏത് വെല്ലുവിളികളും എൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന്, ശക്തനായ കർത്താവ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനത്തെ ഒരു ജീവിതത്തേക്കാണ് നമ്മളെ ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പല സമയത്തും പ്രശ്നങ്ങൾ കാണുമ്പോൾ ഉടനെ നമ്മൾ വീണു പോവുകയും പ്രതികരിക്കുകയും നമ്മൾ മാനുഷികമായിട്ടുള്ള അത് കാഴ്ചയിൽ അതിനെ നേരിടുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് എന്ത് പറ്റി? നമുക്കൊരു വലിയ വീഴ്ച അവിടെ സംഭവിക്കും. നമ്മൾ ആത്മീയ ജനങ്ങൾ, നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്ന ജനക്കൂട്ടമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ നേരിട്ട് ആ കാണുന്ന രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. ആത്മീയമായിട്ടുള്ള പ്രതികരണമാണ് കർത്താവ് നമ്മളെ കുറിച്ച്. നമ്മളൊരു വേറെ ലെവലിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് കർത്താവ് നമ്മളെ ശക്തീകരിക്കുകയും ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും
കർത്താവ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്ത് ദൈവത്തിൻ്റെ സ്ഥാനാധിപതികളായിട്ട് പ്രത്യേക അനുകൂലമായി പ്രതികൂലമായ ചുറ്റുപാടുകളും എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഇതെടുത്ത് കാണിക്കാനാണ് കർത്താവ് നമുക്ക് ചില സാഹചര്യങ്ങളായി. യാക്കോബ് തന്നെ അങ്ങനെയാണല്ലോ. യാക്കോബിൻ്റെ 1-ന്റെ ഒരു വാക്യം ഉണ്ടല്ലോ, യാക്കോബിൻ്റെ 1-8 തോന്നുന്നു, 3-4 വായിക്കാമോ? യാക്കോബ് 1-3-4. അശേഷം സന്തോഷം. അപ്പൊ ആർക്കെങ്കിലും വിശ്വാസത്തിന്റെ ട്രയൽ വരുമ്പോ അയ്യോ സന്തോഷം എന്ന് ആരെങ്കിലും പറയുമോ? വളരെ ചുരുക്കം ആൾക്കാരെ കേട്ടിട്ടുള്ളൂ. സന്തോഷം ഇല്ലേ? പറയുന്നവരും എങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ വീണ കൈപോക്കാം. വേറെ ആരെയും കൈപോക്കാൻ പറ്റുമോ? അശേഷം സന്തോഷം. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ ആ രീതിയിൽ കാണാനുള്ള വിശ്വാസം ഉയർച്ച നമുക്ക് വന്നിട്ടുണ്ടോ? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങളെ 2-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. ഇങ്ങനെ എണ്ണുമ്പോൾ കർത്താവ് ആ പരീക്ഷ എത്ര നാൾ നിർത്തും? 1 നാൾ നിർത്തുമോ? പാസ്സായി. ഈ ഫെയിലാവുന്നവർക്ക് വീണ്ടും വീണ്ടും പരീക്ഷ വരുന്നു. ഇസ്രായേൽ ജനങ്ങൾ എത്ര നാൾ ഫെയിലായി? 40 വർഷമാണ്. 11 ദിവസത്തിന് എത്തിച്ചേർന്ന ആര് ഫെയിലായി? ഞാൻ ഓർക്കുന്ന ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, 10 വർഷം MBBS എഴുതി പാസ്സായ ആൾക്കാരുണ്ട്. 10ാം ക്ലാസ് വരെ അല്ല, ഞാൻ പറഞ്ഞ ഞാൻ കളിയാക്കാനല്ല അവർക്ക്. ബട്ട് എന്തിനും 10 വർഷം കഴിഞ്ഞ് എഴുതി പാസ്സായി കേട്ടോ. അത്രയും നമ്മൾ ഫെയിലായ നാച്ചുറലി പാസ്സാകണം, എഴുതി പാസ്സാകണം. അതുകൊണ്ട് ഫെയിലായ, അപ്പോൾ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഫെയിലായ എന്ത് പറ്റി? കർത്താവ് പോട്ടെ പാസ്സാക്കി വിടുവോ? ഒന്നുകൂടെ എഴുതാൻ പറയും. അതുകൊണ്ട് ഫെയിലാകരുത് പ്രിയപ്പെട്ടവരെ. അവിടെ പരീക്ഷകൾ വന്നാൽ പാസ്സാകാനാ കർത്താവ്. അതുകൊണ്ട് എന്തൊരു കഷ്ടമാണ്. 11 ദിവസം യാത്ര, 40 വർഷം എത്തിയേയില്ല, പാസ്സായില്ല. ഇത് നമുക്ക് സംഭവിക്കരുതെന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ആരും ഫെയിലാവുന്നവരായി ഇവിടെ സന്തോഷം ഒന്ന് എണ്ണുകയും. എന്നാൽ അപ്പം ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് പറ്റുമോ? ദൈവത്തോട് അടുക്കുമ്പോൾ ആ ദൈവശക്തിയിലും കൃപയിലും നമുക്ക് ഇത് നേരിടാൻ സാധിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിരിക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആർക്കും സാധാരണ രീതിയിൽ പറ്റത്തില്ല. ബട്ട് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് അതെടുക്കാൻ സാധിക്കും. ദൈവമക്കളൊക്കെ എന്തെല്ലാം പ്രതിസന്ധികൾ വരുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാ യാക്കോബ് എഴുതിയ. അതുകൊണ്ട് എന്തുവാ അത് എന്താ 4-ാം വാക്യം? എന്നാൽ നിങ്ങൾ ഇന്ന് ഒന്നിലും കുറവില്ലാത്ത തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ നമ്മളെ തികഞ്ഞവരാക്കാൻ വേണ്ടിയ കർത്താവ് ഈ പ്രവൃത്തി അനുവദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അടുക്കുമ്പോൾ കൂടെ അടുക്കുന്ന കർത്താവ്, നമ്മളോട് ശക്തനെന്ന് കാണിക്കാവുന്ന കർത്താവ്, നമ്മളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനെക്കാട്ടിലും. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ ഉണർന്നിരുന്ന് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ വിശ്വാസം. പ്ലീസ് ഉണർന്നിരുന്ന് കേൾക്കുക. ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഉടനീളം നമ്മൾ യാത്രയിൽ ആവശ്യമുണ്ട്. നമ്മൾ എഫേസ്യർ 6 കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ നമ്മൾ നേരിടണമെന്നെ സർവായുധ വർഗത്തെക്കുറിച്ചെല്ലാം അവിടെ കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അണിഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്? 6:18 സകല പ്രാർത്ഥനയാണ്. ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് നമുക്ക് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരം അതിനായി വ്യാപരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിച്ചു.
അപ്പൊ സർവായുധ കർത്താവിനോട് അടുക്കണം, കർത്താവിന്റെ ബലത്തിൽ ജീവിക്കണം. അതിൻ്റെ കൂടെ ആ സർവായുധ വർഗവും ഇടണം. സർവായുധ വർഗം അവിടെയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കാമോ? നമ്മൾ വായിച്ചിട്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ആ 12 തൊട്ട് 13 തൊട്ട് വായിക്കാമോ? 13, 14, 15, 16. എല്ലാത്തിനും മേലെ പിന്നെയും പറയുന്നത് വിശ്വാസം എന്നാ പറയുന്നത്, എല്ലാത്തിനും മേലെ. ബട്ട് ഇതൊക്കെയും വേണം, ഇതിന്റെ സർവ്വയുഗത്തിന്റെ എല്ലാ കാര്യങ്ങളും വേണം. അവസാനം എന്താ? പ്രാർത്ഥനയാണ്. അപ്പൊ ഈ സർവായുധ വർഗം എല്ലാം ആവശ്യമാണ്. വാളില്ലാതെ പോർക്കളത്തിൽ പോകാൻ പറ്റത്തില്ല, ബ്രസ്റ്റ് പ്ലേറ്റ് ഇല്ലാതെ പോർക്കളത്തിൽ പോകാൻ പറ്റത്തില്ല, ഹെൽമെറ്റ് ഇല്ലാതെ പോർക്കളത്തിൽ പോകാൻ. ഇതെല്ലാം നമുക്ക് വേണം. ഇതിൻ്റെ ഒക്കെ മുകളിൽ ഇവിടെ പറയുന്നത് ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. പിന്നെ അവസാനം പറയുന്നത് സകല പ്രാർത്ഥനയാണ്. എല്ലാം ഉണ്ടെങ്കിലും കൂടെ കർത്താവിനോടുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ഫീൽഡിൽ യുദ്ധത്തിൻ്റെ കളത്തിൽ പോയപ്പോൾ ഈ യുദ്ധവീരന്മാരും ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വേണം. എൻ്റെ വിരോധികൾ ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പറയണം അവിടെ അവൻ നിൽപ്പുണ്ട്, അവനെ ശ്രദ്ധിക്കണം. അവിടെ ആ കമ്മ്യൂണിക്കേഷൻ വന്നുകൊണ്ടിരുന്നാലേ ഇവൻ ഒരുത്തന് മറ്റവന് ബന്ധമില്ലാതെ പോയാൽ തന്നെ ആയി പോകും. ആ ബന്ധങ്ങളെ നിലനിർത്തുന്നത് എന്തുവാ? പ്രാർത്ഥന. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രാർത്ഥന എന്നുള്ള ആ ബന്ധം നിലനിർത്തി പോകണം. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഓർക്കട്ടെ, നമ്മുടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാരും ഉണ്ട്. എല്ലാ ദിവസവും എന്തൊരു കൃപയാണ് നമുക്ക്. അതൊരു മൊണോട്ടണസ് ആയി പോകാതെ സഹോദരന്മാരും കൂടെ വേണേ അതിനകത്ത് ജോയിൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് അങ്ങനെ ഒരു ശക്തി നമുക്ക് ദൈവം തരുന്നുണ്ട്. ദിവസങ്ങൾ എല്ലാ ദിവസവും കാലത്ത് അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയല്ല, അപ്പം മാത്രമല്ല, സകല പ്രാർത്ഥനയല്ല, എപ്പോഴും. അത് മാത്രമല്ല, എപ്പോഴും ആ പ്രാർത്ഥനയുടെ ജീവിതം എല്ലാ സമയത്തും. കാലത്ത് മാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വിടുകയല്ല ചെയ്യുന്നത്. നമ്മൾ എല്ലാ സമയത്തും ആ പ്രാർത്ഥനയോട് ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അന്ന് അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ കർത്താവിനോടുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്തി പോകും. ആ കമ്മ്യൂണിക്കേഷൻ മറന്നു പോയി. ഞാൻ കാലത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോയി, എൻ്റെ ജോലിക്ക് പോയി, ഇനി ഞാൻ മറന്നു, ഞാൻ വേറെ ലോകത്തിലാണ്, എൻ്റെ ഭൗതികമായ ലോകത്തിലല്ല. അല്ല, ആ പ്രാർത്ഥനയുടെ കമ്മ്യൂണിക്കേഷൻ, കർത്താവിനോട് സമയം ആദ്യം ചെലവഴിച്ച് പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എപ്പോഴും അത് ലൈവായിരിക്കണം. ആ രീതിയിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച്. നമ്മൾ കട്ട് ഓഫ് ചെയ്ത് എന്ത് പറ്റി? നമ്മൾ സ്വന്തമായി തീരുന്നു അല്ലേ? അങ്ങനെയല്ല. കമ്മ്യൂണിക്കേഷൻ ലൈൻ ആക്റ്റീവ്. ഏത് സമയത്തും കർത്താവിനോട്, ഏത് സമയത്തും പ്രതിരോധി വരാം, ഏത് അണുക്കൾ വരാം. എല്ലാ സമയത്തും നമ്മൾ ഇത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടെ നമ്മൾ മോദി കൊറോണ വന്ന സമയത്ത് നമ്മുടെ ഒരു ആപ്പെല്ലാം തന്നില്ല, ഡൗൺലോഡ് ചെയ്ത് എല്ലാ സമയത്തും എന്തുവാ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ആപ്പ് ഉണ്ടാകും. എല്ലാ സമയത്തും നമ്മുടെ കർത്താവിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആപ്പ്. ഏത് സമയത്തും ഒരു ഡേഞ്ചർ വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ, കർത്താവെ എന്നെ സഹായിക്കണം, എല്ലാ സാഹചര്യത്തിലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നേരിടുന്ന ഓരോ ദിവസം, ഓരോ പ്രവൃത്തി, ഓരോ വ്യക്തിയോടും. ഞാൻ പോകുന്നിടത്ത് ചിലരുടെ അടുത്ത് ഇടപെടുമ്പോൾ ആ സാഹചര്യം ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന് പറയാം. ബട്ട് ആ ദേഷ്യപ്പെടുന്നതിൻ്റെ എൻ്റെ ഒരു വീഴ്ചയായിരിക്കും. അപ്പം ഞാനത് കർത്താവെ ഈ ദേഷ്യപ്പെടാതിരിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. നമുക്കെല്ലാവർക്കും ഇല്ലേ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഓരോ സന്ദർഭങ്ങളും നേരിടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ 3 പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അറിഞ്ഞിരിക്കണം ആരാ നമ്മുടെ പ്രതിരോധം. നമ്മൾ വളരെ ശ്രദ്ധയോടൊരു ജീവിതം ജീവിക്കും. എല്ലാ സാഹചര്യത്തിലും ഉണ്ട്, എല്ലാ സമയത്തും ഉണ്ട്. മാത്രമല്ല അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ ശക്തിയിലാണ് ജീവിക്കുന്നത്. ഒരു ശക്തനായ ദൈവം നമുക്ക് അതിനുള്ള എല്ലാ അവയവങ്ങളും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അണിഞ്ഞ് നമ്മൾ അവനെ നേരിടണം.
വിശ്വാസം എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ. ഇത് വിശ്വാസത്തിലാണ് ഇത് നമ്മൾ നേരിടുന്നത്. പിന്നെ നമ്മൾ കണ്ടത് അവനെ പ്രാർത്ഥനയാൽ നിറച്ച് നമ്മൾ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ അറിഞ്ഞിരിക്കണം, കർത്താവിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കണം. അതിന് ഉൾക്കൊണ്ടതായി ഈ ഈ ക്രമീകരണങ്ങളെല്ലാം പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ മെയിൻ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം ഒരു ഉദ്ദേശം ദൈവമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കൊരു ഉയർന്ന നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു സാധാരണ ജീവിതത്തിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു ഉയർന്ന നിലവാരം. ഇപ്പോൾ ഞാനൊരു ഒരു 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 ഡോക്ടറായി, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായി, അല്ലെങ്കിൽ എനിക്ക് വലിയ നിലവാരത്തിലേക്ക് കർത്താവ് ആക്കുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്കില്ലാതിരുന്ന ഞാൻ എങ്ങനെ പഠിക്കും? പാസ്സായാൽ മതി, തട്ടിമുട്ടി. അറ്റൻഡൻസ് 30% ഉണ്ടെങ്കിൽ 30%, പാസ്സാകാൻ 35 വന്നെങ്കിൽ 35, അങ്ങനെയല്ല നമ്മൾ പഠിക്കുള്ളൂ. അതേ സമയത്ത് ഞാൻ ഈ ലെവലിലേക്ക് വരണമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ആ ചിന്ത എനിക്ക് കാണും. ആ രീതിയിൽ എന്നെ തന്നെ ക്രമീകരിക്കണം. നമുക്ക് കർത്താവ് നമ്മൾ ഉയർന്ന നിലയിലേക്കാണ് വിളിച്ച്. നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ പാസ്സായി തട്ടിമുട്ടി ജീവിക്കാനല്ല കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, ഉയർന്ന നിലയിലേക്കാണ്. അത് ഞാൻ ഭൗതികമായിട്ട് കാര്യമല്ല, നമ്മൾ ദൈവികമായിട്ടുള്ള നിലയിൽ ഞാൻ പറയുന്നത്. അത് ദൈവികമായിട്ട് നില നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ബാക്കി ഭൗതികമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെത്താൻ അത് പൊങ്ങിയിരിക്കും. ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും എവിടെയാണ്? ഉന്നത നിലയിലാണ്. അവരുടെ ചിന്ത ഉന്നതമാകുമ്പോൾ ബാക്കിയൊക്കെയും ഉന്നതമായിക്കോളും. ബാക്കി ലോകമായ ഭൗതികമായ കാര്യങ്ങളെല്ലാം തന്നെത്താൻ ഉന്നതമായിക്കോളും. അപ്പോൾ കർത്താവിൻ്റെ ഉന്നത ചിന്ത നമുക്കുണ്ടെങ്കിൽ ബാക്കിയൊക്കെയും തന്നെത്താൻ വരും. നമ്മൾ ആ ഉന്നത ചിന്തയിലേക്ക് ഉന്നതമായിട്ട് ആക്കി തീർക്കാനാണ് കർത്താവ് നമ്മൾ വിളിച്ചത്. ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈസ് ക്ലോൾഡ് അൺ ടു ദ ഗ്ലോറി ഓഫ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് എന്ന 1 Petrus 5:7-8-9 നിങ്ങളെ കർത്താവിൻ്റെ നിങ്ങളുടെ വിളിയുടെ മഹത്വത്തിന്, ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ വരും ദിവസങ്ങളിൽ ശ്രദ്ധയുള്ളവരായിട്ട്, നമ്മൾ കബളിക്കപ്പെട്ടവരായിട്ട്, നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ശ്രദ്ധയുള്ളവരായിട്ട് ജീവിക്കാൻ നമ്മുടെ പ്രതിരോധി ആരാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയുള്ളവരായിട്ട് ജീവിക്കാൻ, ഉയർന്ന നിലയിൽ കർത്താവ് എനിക്ക് മതി, കർത്താവ് എനിക്ക് ആശ്രയം, എനിക്ക് മതി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ വരുമ്പോൾ കരയല്ല, അത് നേരിട്ട് കർത്താവിൻ്റെ കൃപയിൽ നേരിടുവാനും അവനെ ശാസിച്ച് മാറ്റാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കുമാറാണ്. പ്രിയ കർത്താവേ, അങ്ങ് വലിയവനായ ദൈവം, ഇതെല്ലാം നിറയുന്നത് ഞങ്ങൾക്ക് അങ്ങ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. 2 Petrus 1 പറയുന്ന പോലെ ജീവനും ഭക്തിക്കൊക്കെയും അങ്ങ് തന്നിട്ടുണ്ട്. എല്ലാം പ്രഷ്യസ് പ്രോമിസസ്, വിലയേറിയ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒക്കെ ഞങ്ങളെ കയ്യിലെടുത്ത് ജീവിക്കാനാണ് കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവനും ഭക്തിക്കൊക്കെ പ്രഷ്യസ് അങ്ങയുടെ വാഗ്ദത്തങ്ങളെല്ലാം മതി കർത്താവ്. അങ്ങ് വിശ്വസ്തനായ ദൈവമാണ് കർത്താവെ. ആ രീതിയിൽ അങ്ങ് മുറുകെ പിടിച്ച് ഞങ്ങളുടെ എതിരാളി ആരാന്ന് മനസ്സിലാക്കി, അവൻ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു മനസ്സിലാക്കി ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാൻ, അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ കേൾവിയും കർത്താവെ പല രീതിയിൽ ഞങ്ങളുടെ പല അറിയുന്ന വാക്യങ്ങൾ പോലെ മറന്നു പോകാതെ, ഇത് കേട്ടിരിക്കുന്ന സംഗതി പോലെ മറന്നു പോകാതെ ഉണർന്നിരുന്ന് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അടിയനെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. ഉത്തരം നൽകുന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. തങ്ങെടുക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ സഹവാസം കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ.